വെൽക്കം ടു മൈ നട്ടപ്പതിൽ ടോക്ക്. നാട്ടിൽ മൊത്തം ലഹരിയുടെ സീനാണ്. എല്ലാ നാട്ടിലും അതാത് നാട്ടിലെ ജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ജാതി മതമൊന്നും നോക്കാതെ എങ്ങനെയാണോ പ്രളയത്തിനും എങ്ങനെയാണോ കൊറോണയിനൊക്കെ നമ്മൾ നേരിട്ടത്, അതുപോലെ തന്നെ ലഹരിനെ നേരിടാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടിലും ജനങ്ങൾ ഒത്തുകൂടി ലഹരി അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ തെരഞ്ഞ് പേടിച്ച് അടിച്ച് കാലൊടിച്ച് പോലീസിനും എക്സൈസിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ജനങ്ങൾ എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ എല്ലാ നാട്ടിലും വളരെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു ബിഗ് അപ്രീസിയേഷൻ എല്ലാ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും, ലഹരിക്കെതിരെ പോരാടുന്ന എല്ലാവർക്കും. ഇനി ഇവിടുത്തെ സർക്കാരും പോലീസും എക്സൈസും എന്ത് ചെയ്യുന്നു? അവരും കൂടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അവർ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താണ് അവർ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് 2 മേജർ കേസുകൾ ഞാൻ കണ്ടു. MDMA മൊത്ത വിതരണക്കാരനെ പിടികൂടി കേരള പോലീസ്. ഓക്കെ, ഒരു ആഫ്രിക്കൻ വംശജനായിട്ടുള്ള ഒരാളെയാണ് പിടിച്ചിട്ടുള്ള. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഏതോ മാഫിയയുടെ തലവനാന്നൊക്കെയാണ് പറയുന്നത്. മലപ്പുറത്ത് വൻ ലഹരി വേട്ട. കരിപ്പൂരിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 1.5 കിലോ MDMA. ഈ 1.5 കിലോ MDMA ഉപ്പും പഞ്ചസാരയും പോലെ വീട്ടിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? എന്താ പറയുക, നാടിൻ്റെ പേരുകളെ ഓരോ മലരന്മാർ മലപ്പുറത്ത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ 2 മേജർ കേസുകൾ ഇന്ന് കണ്ടു. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറേ അധികം ക്വാണ്ടിറ്റിയിൽ കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട് പോലീസുകാർ. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് 5 ദിവസം 360 കേസ് 368 അറസ്റ്റ് 81 ലക്ഷത്തിൻ്റെ മയക്കുമരുന്ന് പിടിച്ചു. 360 കേസ് 368 അറസ്റ്റ്. ഇതിൽ ജാമ്യം കിട്ടി എത്ര എണ്ണം പുറത്തിറങ്ങി എന്നുള്ള കണക്കും കൂടി ഒന്ന് പുറത്ത് വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, കാരണം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ പിടിക്കുന്ന ആളുകൾക്ക് സ്പോട്ടിൽ പിടിക്കുന്നുണ്ട്, ജാമ്യം കൊടുക്കുന്നുണ്ട്. മറ്റേതെന്താ പറയുക, കേസിൻ്റെ എണ്ണം പിടിക്കുമ്പോൾ കേസിൻ്റെ എണ്ണം കൂടും. എണ്ണം കൂട്ടി കാണിക്കുകയും ചെയ്യുക. പക്ഷെ പിടിക്കുന്നവന്മാരൊക്കെ ഒരു സൈഡിൽ കൂടി ഇറങ്ങി പോകുന്നുമുണ്ട്. അതും കൂടി ജനങ്ങൾ അറിയണമല്ലോ. അപ്പം എന്താണെങ്കിലും ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ വ്യാപകമായിട്ട് പോലീസും എക്സൈസും നടന്ന് പിടിക്കുന്നുണ്ട് ആൾക്കാരെ. നല്ലതാണ്, വളരെയധികം നല്ലതാണ്. ആ വർക്ക് അങ്ങനെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി നോക്കാം. ഇന്നലെ പുറത്തുവന്ന ചില കണക്കുകൾ അതാണ് ബോധ്യപ്പെടുത്തുന്നത്. ലഹരിക്കെതിരായ സംസ്ഥാന വ്യാപക നടപടി ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ 2 ആഴ്ചക്കിടെ പിടികൂടിയത് 4228 പേരെയാണ്. വെറും 2 ആഴ്ചത്തെ കണക്കാണിത്. കഴിഞ്ഞ മാസം 22 മുതൽ ഈ മാസം 8 വരെ നടത്തിയ പരിശോധനയിലാണ് 4081 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1.5 കിലോയ്ക്കടുത്ത് MDMAയും 185 കിലോഗ്രാം കഞ്ചാവുമാണ് പോലീസ് പിടികൂടിയത്. ഏതാണ്ട് 33,838 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പലതരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് വലിയ രീതിയിലുള്ള പരിശോധന നടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ്, രണ്ടാമത് തൃശ്ശൂരും. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രത്യേക പരിശോധന നടന്നത്. ഓക്കെ, ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ കണക്കുകളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഓപ്പറേഷൻ ഡി ഹണ്ട് ഒരു 10-20 ദിവസമല്ല, ഒരു 10 കൊല്ലോ ഈ നാട്ടിൽ നടക്കട്ടെ. ലഹരി എന്ന് പറഞ്ഞ ഈ വിപത്തിനെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കണം. അതിനിങ്ങനത്തെ ഓപ്പറേഷൻ ഡി ഹണ്ട് പോലുള്ള പ്രവർത്തികൾക്ക് പോലീസിനും എക്സൈസിനും ഗവൺമെൻറ്റിനും ഒക്കെ നമ്മൾ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ പെറ്റി കേസുകളുടെ എണ്ണം കൂട്ടിക്കാണിച്ച് മെയിൻ കണ്ണികളൊന്നും പിടിക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടി സർക്കാർ കാണിക്കരുത്. അത് മഹാമോശം പരിപാടിയായിരിക്കും. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ചർച്ചയിലിരുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ വാലിഡായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊന്ന് കേൾക്കാം. ശ്രീമതി ഷാനി, ഇപ്പോൾ അങ്ങ് ജോലി ചെയ്യുന്ന സ്ഥാപനമായ മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ മനോരമയുടെ മാനേജ്മെന്റ് ആദ്യം ചെയ്യേണ്ടത് മനോരമയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കലാണ്. അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക. ദൗർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഫോൾസ് ഈഗോയിലാണ്. ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അയ്യോ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന ഒരു നിലവിളി വിളിച്ചിട്ട് പിന്നെ അതിനെ കുറെ കണക്കുകളും താരതമ്യ പഠനങ്ങളും ഒക്കെ വെച്ചിട്ട് വ്യാജമായ ഒരു നിർമ്മിതിയിൽ ഇങ്ങനെ കയറിയിരുന്ന് അഭിരമിക്കുകയാണ് കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അരുൺകുമാറിന്റെ ആദ്യ പാദത്തിലെ ശ്രമങ്ങൾ അത്രയും എന്തായിരുന്നു? ഇവിടുത്തെ നമ്പർ ഓഫ് കേസസ് വളരെ കൂടുതലാണ്. ശ്രീമതി ഷാനി, ഈ നമ്പർ ഓഫ് കേസസ് കൂടുന്നു. ഞാനതിന്റെ ആ കണക്കിനെ ദുർബലപ്പെടുത്തി കേരളത്തിലെ എക്സൈസ് സേനയുടെ മനോവീര്യത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ പിന്നെയും ഈ കണക്കിൽ മാത്രം അഭിരമിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീ അരുൺകുമാർ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഏത് കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്? വളരെ തുച്ഛമായ ക്വാണ്ടിറ്റിയിൽ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഫൈൻ അടിക്കേണ്ട കേസുകളാണ് കേരളത്തിൽ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ആ കേസ് വെച്ചിട്ടാണ് ഇവർ ഈ നാട്ടിൽ ഞങ്ങൾ ഇതാ ലഹരിക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുന്നത്. ഇത്തരം ഡ്രഗ്സിൽ ഏറ്റവും വീര്യം കുറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് ഈ കഞ്ചാവ്.
ആ കഞ്ചാവിന്റെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫൈൻ അടച്ചാൽ തീരുന്ന കേസുകൾ, ആ കേസുകളുടെ നമ്പർ വെച്ചിട്ട് കേരളത്തിൽ സിന്തറ്റിക് ഡ്രഗ്സും ഡിസൈൻഡ് ഡ്രഗ്സും സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സുമായി മാരകമായ കെമിക്കൽ ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം ഉണ്ടാകുമ്പോൾ, ഉപഭോഗം ഉണ്ടാകുമ്പോൾ, അതിന്റെ പേരിൽ ക്രൈം ഉണ്ടാകുമ്പോൾ അമ്മ ഏതാണ്, പെങ്ങൾ ഏതാണ്, അനുജൻ ഏതാണ്, കാമുകി ഏതാണ് എന്ന് തിരിച്ചറിയാതെ അവരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ സഹപാഠി ഏതാണ്, കൂട്ടുകാരൻ ഏതാണെന്ന് തിരിച്ചറിയാതെ നഞ്ചക്ക് വെച്ച് മസ്തിഷ്കം കലക്കുമ്പോൾ, ആ മസ്തിഷ്കം കലക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഈ കഞ്ചാവ് കേസിനെ പറ്റി പറഞ്ഞിട്ട് എന്താ ശ്രീ അരുൺകുമാറെ കാര്യമുള്ളത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോയിന്റ് വളരെ റെലവൻ്റ് ആണ്. നേരത്തെ കുറേ കണക്കുകൾ ഇപ്പം ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചു, ഒന്ന് ന്യൂസ് പ്ലേ ചെയ്തു. ഈ കണക്കുകൾ നിങ്ങളൊരു മെജോറിറ്റി എടുത്ത് നോക്ക്. നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി കൺസെപ്ഷൻ്റെ ഭാഗമായിട്ട് എടുത്ത് അടിച്ച് കിറങ്ങിയിരിക്കുന്ന സമയത്ത് പിടിച്ച ആളുകളാണ്. ഓക്കെ, ഇതിൻ്റെ ക്യാരിയേഴ്സിന് എത്ര പേരെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കുറവായിരിക്കും, എണ്ണം വളരെ കുറവായിരിക്കും. ഈ വലിയ ക്വാണ്ടിറ്റിയിൽ പിടിക്കുമ്പോൾ അത് എവിടെ നിന്ന് വന്നു, ആർക്ക് വേണ്ടി വന്നു, ആരാണ് ആ അത്രയും വലിയ അളവിൽ ഇതിവിടെ എത്തിച്ചിട്ടുള്ളത്, ഇതൊക്കെ ആരിലേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയയും കാണൂല. വലിയൊരു ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ന്യൂസാവും. ദാറ്റ്സ് ഇറ്റ്, ഫൈൻ. ബാക്കി കേസുകൾ, ഇപ്പോൾ വലിയ ന്യൂസായ കേസുകൾ എത്രത്തോളം ഉണ്ട്, വലിയ അളവിൽ സിന്തറ്റിക് ഡ്രഗും കാര്യങ്ങളും പിടിച്ച കേസുകൾ എത്രത്തോളം ഉണ്ട്. ചെറിയ അളവിൽ പിടിച്ച് അപ്ലൈ ജാമ്യം കൊടുത്തു വിടും, പക്ഷെ നമ്പർ ഓഫ് കേസസ് കൂടുതലാവും. കാണുമ്പോൾ നമ്മൾ ഭയങ്കര മനസ്സമാനത്തോടു കൂടി കേസിൻ്റെ എണ്ണം കൂടിയിട്ട് കാര്യമില്ല. കറക്റ്റ് കൃത്യമായിട്ട് ഇതാര് കൊണ്ടുവരുന്നു, ആരിലൂടെയൊക്കെ എത്തുന്നു, ആരാണിതെന്നൊക്കെ ബെനിഫിറ്റ് എടുക്കുന്നത്, കൃത്യമായി സൊസൈറ്റിയിൽ ഇത്രയും കാലം ഇതാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, ആരൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഓഡിറ്റ് കീപ്പ് ചെയ്ത് വലിയ വലിയ വള്ളികൾ വെട്ടണം. അതങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരുന്ന സാധനങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് എന്ത് കാര്യം? അവർ പിന്നെയും മുളച്ചിട്ടോടുന്ന് വേറെ പിന്നെയും പൊന്തും. കാരണം ഇങ്ങനെ ബെയിലെടുത്ത് വിടുകയാണല്ലോ. ഒരു സൈഡിൽ അകത്തിടും, ഒരു സൈഡിൽ പുറത്താക്കും, ഒരു സൈഡിൽ അകത്തിടും, ഒരു സൈഡിൽ പുറത്താക്കും. ചെറിയ ക്വാണ്ടിറ്റി പിടിച്ചാൽ അത്രയേ ഉള്ളൂ. വലിയ ക്വാണ്ടിറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആ പിടിക്കണോ മാത്രം. ഇന്നിപ്പോൾ മലപ്പുറത്ത് പിടിച്ചാൽ ഓ മാത്രമാണ്, മുകളിലും താഴെയൊന്നും ആരുമില്ല. അത് ആരെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നു, ആര് ഫണ്ട് ചെയ്തു, ആരിലേക്ക് പോകണം, അതൊന്നുമില്ല. പിടിച്ചാൽ പിടിച്ചവൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ വരും. മുകളിൽ മറ്റേ ഉപ്പുചാക്കിൻ്റെ മാതിരി ആ സാധനത്തിന് ഫോട്ടോയും കൊടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞു. ആർക്ക് വേണ്ടി, ആരയച്ചു, ആരിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. ആ അവസ്ഥ തന്നെയാണ്. അപ്പോൾ കണക്കുകൾ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാട്ടുകാർ ചെയ്യാനുള്ള പണി നാട്ടുകാരെടുക്കുക. ഇനിയും അങ്ങയുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ പറയാം. ഇപ്പൊ കേരളത്തിനകത്ത് ഇതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ബാധ്യതയുള്ള ഫോഴ്സ് ഏതാണ്? എക്സൈസ് അല്ലേ? ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന് ചെയ്യാൻ വേറെ 100 ജോലികളുണ്ട്. അവർക്ക് ലോ ആൻഡ് ഓർഡറിലെ അവരുടെ ഒരു സെഗ്മെന്റ് മാത്രമാണ് ഈ ഡ്രഗ് വേട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എക്സൈസ് ആണ്. ഈ എക്സൈസുകാരുടെ നിങ്ങൾ നിയമനം നടത്തുന്നുണ്ടോ എക്സൈസിൽ? ഞാൻ എൻ്റെ പാലക്കാട് ജില്ലയെ പറ്റി ഒരു ഉദാഹരണം പറയാം. പാലക്കാട് ജില്ലയിൽ 7 പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഇതുപോലുള്ള NDPS കേസുകൾ ചാർജ് ചെയ്യേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. ഈ പാലക്കാട് ജില്ലയിലെ 9 ചെക്ക് പോസ്റ്റുകളിൽ 7 ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. നിയമനമില്ല. നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഫോഴ്സിലേക്ക് ആളുകളെ നിയമിക്കുക പോലും ചെയ്യാതെ, അവരെ എക്യുപ്പ് ചെയ്യുക പോലും ചെയ്യാതെ നിങ്ങൾ ആരോടാണ് ഫൈറ്റ് പ്രഖ്യാപിക്കേണ്ടത്? ഈ പിടിക്കുന്നതൊക്കെ ആരെയാണ് ശ്രീമതി ഷാനി? 3 ഗ്രാമം 5 ഗ്രാമം 10 ഗ്രാമമായിട്ട് നടക്കുന്ന ആളുകളെയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സർക്കാരിന്റെ സേവനം കൊണ്ട്, ഈ സർക്കാരിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് 4 തവണ ജയിലിൽ കിടന്ന ആളാണ്. ഈ 4 തവണ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നിയത് എന്നോടൊപ്പം മുറി പങ്കിട്ട മഹാഭൂരിപക്ഷം കൊച്ചു പിള്ളേരാണ്. ഈ പിള്ളേരുടെയൊക്കെ പ്രായം എടുക്കുമ്പോൾ 22, 23 വയസ്സുള്ള കുട്ടികൾ. ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ ഡ്രഗ്സിന്റെ കടത്താണ്. ഇവർ ഏതാണ്? ഇവർ 5 ഗ്രാമും 10 ഗ്രാമുമായിട്ട് പിടിക്കപ്പെട്ട ആളുകളാണ് കിടക്കുന്നത്. ഇവരെ ഒരു 3-4 വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ഇവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഇതിനകത്തൊരു കുറ്റബോധമൊക്കെ ഉണ്ടോ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പിന്നെ ഇത് തന്നെ ചെയ്യും എന്ന് പറയുന്ന റിഗ്രറ്റ് ഇല്ലായ്മയാണ് ഈ സർക്കാർ പിടിച്ചുകൊണ്ട് ജയിലിട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഈ 4 ഗ്രാമും 5 ഗ്രാമും 10 ഗ്രാമും ഇനി പോട്ടെ 1 കിലോ ആണെന്ന് കുട്ടിക്കോ, ആ കിലോ കണക്കിലുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ മെയിൻ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ഈ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതൊരു വലിയ മാഫിയാണ്. ആ മാഫിയെ, അത്യാധുനികമായ ആയുധങ്ങളുമായി എക്വിപ്ഡ് ആയിട്ടുള്ള ആ മാഫിയെ നേരിടാനായിട്ട് കേരളത്തിലെ, അതായത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള, ഏറ്റവും സൂപ്പർസോണിക് ആയിട്ടുള്ള തോക്കുകൾ വരെ കൈവശം വെച്ചിരിക്കുന്ന ആ മാഫിയെ നേരിടാനായിട്ട് പോകുന്ന കേരളത്തിൽ എക്സൈസ് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? മറ്റേ ഈറ്റ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ലാത്തി അല്ലേ?
ഇങ്ങനെ പറയുന്നതൊക്കെ പോയിൻ്റ് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ചെറിയ കേസുകൾ കൊണ്ട് അകത്ത് പോകുന്നു. എന്നിട്ട് പെട്ടെന്ന് വെയിൽ കിട്ടി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങും, അവന്മാർ വീണ്ടും അതേ പണിക്ക് തന്നെ ഇറങ്ങും. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ നിർബന്ധമായിട്ടും നോക്കണം. കാരണം ചെറിയ പിള്ളേരകത്ത് പോയിട്ട് പുറത്ത് വരുമ്പോൾ അവർ വലിയ ക്രിമിനൽസായിട്ട് പുറത്ത് വരുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ മാഫിയ, ഓക്കെ, മാഫിയയുടെ പ്രധാന കണ്ണികൾ എന്താണെങ്കിലും പിടിച്ചില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏതോ ഒരു ആഫ്രിക്കൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ പിടിച്ചിട്ട് ഇവൻ പ്രധാന കണ്ണി എന്നൊക്കെ പറയുന്നുണ്ട്. ബാംഗ്ലൂർ കമ്പനികളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രധാന കണ്ണികൾ നിങ്ങൾക്കൊരു 1000 എണ്ണത്തിന് കിട്ടും. കോളേജിൽ പഠിക്കാനാന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കഫേയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ തുടങ്ങി അതിൻ്റെ കിച്ചൻ്റെ അടിയിൽ അണ്ടറിൽ ഈ സാധനം MDMA, കൊക്കൈന്, ഹാഷിഷ്, ഹെറോയിൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കിച്ചൻ്റെ പുകേൻ്റെ ഒപ്പം മണം വരാതിരിക്കാൻ ഇതിൻ്റെ പുകയും പുറത്ത് വിട്ട് ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്ന 100 കണക്കിന് ഇതേപോലത്തെ മാഫിയ തലവന്മാരെ നിങ്ങൾക്ക് ബാംഗ്ലൂർ കമ്പനികളിൽ കിട്ടും. കമ്പനികളിൽ കൊത്തന്നൂർ ആ ഭാഗത്തൊക്കെ പോയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുത്തനെ കാണിച്ചിട്ടിപ്പോൾ മാഫിയ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ സിനിമയൊന്നുമല്ലല്ലോ ഇവിടുന്ന് അയാൻ. ഞങ്ങൾ വിശ്വസിക്കാൻ, ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഈ നീഗ്രോ ടീമിനെ കുറേ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂർ. ഞാൻ കുറേ കാലം അവിടെ ഇരുന്നതുമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ തലവന്മാർ ഇവരാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ശേഷം പാടാണ്. ഓക്കെ, അത് വിട്. ഇതാണെങ്കിൽ ഒരുത്തനെങ്കിലും പിടിച്ചുല്ലോ, നല്ല കാര്യം. ഇനി ഈ പറഞ്ഞ ക്വാണ്ടിറ്റി കൂടുതൽ വരുമ്പോൾ അത് ആരെത്തിക്കുന്നു, ആരിലേക്ക് പോകുന്നു എന്നുള്ള ഫാക്ടറൊക്കെ ഒഴിവാക്കുക. ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്, ഈ മാഫിയക്കെതിരെ പ്രവർത്തിക്കാൻ പോലീസുകാർക്കും എക്സൈസുകാർക്കും അടക്കം പേടിയായിരിക്കും. സത്യമാണ്. ഇവിടെ നാട്ടുകാർ ഇപ്പം അടുത്ത് തന്നെ 2-3 കേസ്, 2-3 എനിക്ക് 4-5 കേസായി. ലഹരി മാഫിയക്കെതിരെ ഒരു ക്ലൂ കൊടുത്ത, അല്ലെങ്കിൽ ലഹരി മാഫിയക്കെതിരെ പോലീസുകാർക്കോ അല്ലെങ്കിൽ എക്സൈസിനോ തെളിവോ വിവരമോ ഇൻഫർമേഷനോ കൊടുത്ത ആളുകളുടെ വീട്ടിനെതിരെ, ആ വ്യക്തിക്കെതിരെ മാഫിയ തിരിച്ചടിക്കുകയാണ്. ചില്ലറ അടിയിൽ അടിക്കുന്നത്. ഇവിടെ ഈ എക്സൈസുകാർ ഈറ്റവടിയും പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമാരിന്ന് അതിലും വലിയ കൊട്ട് കിട്ടും. അത് പേടിച്ചിട്ടായിരിക്കും ഇവിടുത്തെ ഓഫീസർമാർ പലരും ഇതിനൊന്നും ഇറങ്ങി തിരിക്കാത്തത്. കൂട്ടവും കുടുംബം ഉണ്ടല്ലോ നമ്മൾ എന്തിനു പോകണം എന്നുള്ളത് വിചാരിച്ചിട്ട് ചിലപ്പോൾ പോകാതിരിക്കുകയായിരിക്കും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തൊരു കേസാണ് അച്ഛൻ മകൻ്റെ മേത്ത് ലഹരി ഒട്ടിച്ച് വെച്ച് വിൽപ്പന നടത്തി എന്നുള്ള സ്കീം. അതിലിപ്പോൾ ആ അമ്മ പുറത്ത് വന്നിട്ടുണ്ട്. നാളെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടേ, ആ അമ്മ പുറത്ത് വന്നിട്ട് എന്താ പറയുന്നത് അറിയോ? പോലീസുകാർ വീട്ടിൽ വന്നിട്ട് കൺവിൻസ് ചെയ്തതാണ്. സൂപ്പർ കൺവിൻസിങ് സ്റ്റാർസ് കുറേ എണ്ണം ഓഫീസർമാർ പോലീസുകാർ വന്നിട്ട് ആ ഉമ്മാനെ കൺവിൻസ് ചെയ്തിരിക്കുക, ഉപ്പാക്കെതിരെ ഒരു കേസ് കൊടുപ്പിക്കണം, മകൻ്റെ മേത്ത് ഒട്ടിച്ചു എന്ന് പറയാതെ. സംഗതി ഓക്കെ, കേസ് സോളിഡ് ആവാൻ വേണ്ടി പോലീസ് ചെയ്തതായിരിക്കും. എന്നാലും വളരെ അടിപൊളിയായി, വളരെ ജെന്യൂനായിട്ട് പണിയെടുക്കുന്ന, ഇതിനെതിരെ പോരാടുന്ന ഒരു കൂട്ടം പോലീസ് ഓഫീസേഴ്സിന് അടക്കം അവരുടെ പോരാട്ട വീര്യം ചോർന്നു പോകുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കാൻ പാടും. ഇടയിൽ കൂടി എന്ത് പരിപാടി ഇതിനിടയിൽ കൂടി കാണിച്ചു കൂട്ടുന്നത്? കേരളം മൊത്തം ഡിസ്കസ് ചെയ്ത ഒരു അച്ഛൻ മകൻ്റെ മേത്ത് ലഹരി ഒട്ടിച്ചു വെച്ച് വിൽപ്പന നടത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ നോക്കുമ്പോൾ അമ്മേനെ വന്നിട്ട് പറയുന്നത് 1 കൊല്ലമായിട്ട് സെപ്പറേറ്റഡ് ആണ്, മകനെ 1 കൊല്ലമായിട്ടാണ് എന്താ കണ്ടിട്ടേ ഇല്ല. പോലീസുകാർ വന്ന് കൺവിൻസ് ചെയ്താന്ന് പറഞ്ഞിട്ട് CCTV വിഷ്വലും എടുത്ത് കൊടുക്കുന്നു. പോലീസുകാർ അതിനടുത്ത് എന്ന് പറയുന്നുണ്ട് കേസിന് ബലം കൂടാനാണ്. അപ്പം ഇനി പുറത്ത് വരുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? എല്ലാ കേസും ഇതേപോലെ ഒരു ഫാബ്രിക്കേഷൻ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് വിചാരിക്കില്ലേ? അതങ്ങനെ ഒരു സൈഡിൽ കുറേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ഷൻ പ്ലാൻ എന്താണെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ശ്രീമതി ഷാനി പരിഹസിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സത്യത്തിൽ കേരളത്തിൽ ഈ ലഹരി മുക്തിക്ക് ഏറ്റവും നന്നായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു 10-45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ബോറം പ്രസംഗം കേൾപ്പിക്കലായിരുന്നു ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ലഹരിയെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിങ്ങനെ വിരസമായ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടെങ്കിലും ആ കുട്ടികൾ ഇതൊക്കെ നിർത്തിപ്പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. അതല്ല അതൊരു മെച്ചവും ഞാൻ ആ പ്രസംഗത്തിനകത്ത് കേട്ടിട്ടില്ല. പ്രസംഗം മാത്രമാക്കണ്ട, ശ്രീ പിണറായി വിജയൻ്റെ ഓരോ വലിയ കൂറ്റം ഫ്ലക്സും കൂടി അവിടെ കൊണ്ടുപോയേക്കാം. എന്നാൽ പിന്നെ ഈ ലഹരി അടിച്ച് തലതിരിഞ്ഞവരുടെ ദേഷ്യം ഫുള്ളായ്മ പോയി തീർത്തോളൂ. നാട്ടുകാരെ നെഞ്ഞത്തേക്കും വീട്ടുകാരെ നെഞ്ഞത്തേക്കും കയറുള്ളൂ. എന്തെങ്കിലും തീർക്കണ്ടെങ്കിൽ ഫ്ലക്സ് തീർക്കും. കണ്ടാൽ തന്നെ അവർക്ക് തീർക്കാനും തോന്നുന്നവർ തീർത്തോളൂ. ഫ്ലക്സ് അടിച്ച് പൊട്ടിച്ചു എന്നുള്ളൊരു കേസ് മാത്രമല്ലേ വരൂ. അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെ അപമാനിച്ചു, ഈ 2 കേസല്ലേ വരൂ. കൊന്നു, കൊല വിളിച്ചു, കുത്തി എന്നുള്ള കേസൊന്നും ഉണ്ടാവില്ലല്ലോ. നാട്ടുകാരും സേഫ്. ഏത് ആ കേസിലാണെങ്കിൽ അകത്ത് പോയ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട്
പുറത്തിറക്കാൻ ആളുണ്ടാവില്ല. പിണറായി വിജയനെതിരെ ആയതുകൊണ്ട് രക്ഷാപ്രവർത്തനമല്ല, ബാക്കിയുള്ളവർക്കെതിരെ അപ്പോൾ രക്ഷാപ്രവർത്തനമാവും. അതൊക്കെ പിന്നെ പറയാം. എന്താണെങ്കിലും കേസുകൾ പിടിക്കുന്നുണ്ട്, കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഈ കേസുകളുടെ എണ്ണം കൂടുന്നത് ഒരു കോമൺ ലോജിക്കിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ തുച്ഛമായ അളവിലുള്ള എമൗണ്ട് പിടിച്ചിട്ട് കേസിൻ്റെ എണ്ണം കൂട്ടാനാണെങ്കിൽ കൂട്ടി കാണിക്കാം. അതോ ഇനി ജെനുവിനായിട്ട് ഈ തുച്ഛമായ എമൗണ്ടിലുള്ളവരിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി വലിയ വലിയ ആളുകളിലേക്ക് എത്തുമെന്നുള്ളൊരു ഹോപ്പാണ് പോലീസും എക്സൈസും സർക്കാരും തരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ചെയ്യണം. ഓക്കെ, മറ്റേ പരിപാടി ഉണ്ടല്ലോ, ചെറിയ ലെവലിൽ തുടങ്ങിയിട്ട് വലിയ മീനുകളെ പിന്നെ പിടിക്കാമെന്ന്. ആദ്യം പരൽ മീനുകളെ പിടിച്ചിട്ട് പിന്നെ സ്രാവിനെ പിടിക്കാമെന്ന്. അതുപോലെയൊക്കെ ആണെങ്കിൽ കണ്ടാൽ മതി. അല്ലാതെ 4 ആഫ്രിക്കക്കാരെ കൊണ്ടുവന്നിട്ട് ഇവരാണ് തലവന്മാരെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യാപ്പടം അല്ല നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഈ കച്ചവടം ചെയ്യുന്ന മക്കളെ അടക്കം ഇവിടെ തലതിരിച്ച് വിടുന്ന പാകത്തിൽ ലഹരി ഈ സൊസൈറ്റിയിലേക്ക് ഒഴുക്കുന്നവർ വലിയ വലിയ ഫിഷുകൾ. അത് ഇവിടുത്തെ ബിസിനസ്സുകാരുടെ ഇടയിലായിരിക്കാം, പോലീസുകാരുടെ ഇടയിലായിരിക്കാം, എക്സൈസുകാരുടെ ഇടയിലായിരിക്കാം, രാഷ്ട്രീയക്കാരുടെ ഇടയിലായിരിക്കാം, ഡോക്ടർമാരുടെ ഇടയിലായിരിക്കാം, സാധാരണക്കാരുടെ ഇടയിലായിരിക്കാം, എന്തിന് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ വരെ ഉണ്ടാവും വലിയ വലിയ കണ്ണികൾ. പിടിക്കണം, കത്താക്കണം.